ഞാനെങ്ങനെയാണ് ഇത്രയും പ്രായമായിട്ട് എനിക്ക് എന്താ വയറ് വരാത്തേന്ന് അച്ഛൻ്റെ കിണത്തിൽ വിട്ടുണ്ടാവും. പഴയ മുഖം അമ്മേരെ കിണത്തിലാ. ഉണ്ണിയപ്പം കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കമ്മന്നടിച്ച് വീഴും. അത്ര ഇഷ്ടം അമ്മയ്ക്ക് ഉണ്ണിയപ്പം. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതായിരിക്കേണ്ട ആവശ്യമില്ല. കയ്യിലല്ല, കയ്യിലിനേക്കാൾ നല്ലത് ഇതാ. നാളെ കൊത്ത് മൂപ്പിച്ച് അരച്ച ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട് കൊടുത്തോളാടെ എല്ലാവർക്കും. അത്രയ്ക്ക് അങ്ങോട്ട് ബോധമില്ലാത്തനൊന്നുമല്ലാട്ടെ ഞാൻ. ഈ ഉണ്ണിയപ്പത്തിന് വെട്ടാൻ വേറെ ഉണ്ണിയപ്പം കേരളത്തിലില്ല. ഇതേ 5 ഉണ്ണിയപ്പം തിന്നിട്ടാ. ഇത് 6ാമത്തെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. മഴക്കാലമാണ്. ഉച്ച തിരിഞ്ഞ് 3 മണി. ഉച്ച തിരിഞ്ഞായിട്ടില്ലേ, 3 മണി ആയിട്ടില്ലോട്ടാ. ഇവിടെ ഇപ്പോൾ സനീഷ് നമ്മുടെ ഈ സാധനം ഇപ്പോൾ ശരിയാക്കാൻ കൊണ്ടിരുത്. അന്ന് ഒടിഞ്ഞൂലോ. ഇതിൻ്റെ നടുവിലത്തെ ബെഞ്ചിനാണ് ഇത് എടുക്കുന്നത് കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിൻ്റെ അളവ് കട്ട് ചെയ്യുന്ന ആളുകൾ വന്നിട്ടില്ല. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റംബൂട്ടാനെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെട്ടി. പക്ഷേ എല്ലാം ഫുള്ള് കൂമ്പെടുത്തു. ഇപ്പോഴാണ് സരിത കടയിൽ പോയേക്കുക. സരിതിൻ്റെ വിമർശനം ഉണ്ടായേനെ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ റംബൂട്ടാൻ 2 തരത്തിൽ വെട്ടുന്നു. ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് അറിയില്ലായിരുന്നു. കടും വെട്ടുമെന്ന് പറയും, പിന്നെ ഒരു സാധാരണ ഒരു മീഡിയം പ്രൂണിങ് നടത്തുമെന്ന് പറയും. അപ്പോൾ ഇത് കടും വെട്ടാണ് വെട്ടിക്കൊണ്ടത്. അപ്പോൾ ഈ കടും വെട്ട് കുറേ പേര് വെട്ടുന്നുണ്ട്. അതുമേ നല്ല പുതിയ ചില്ലകളൊക്കെ വരും. പക്ഷേ ചിലപ്പോൾ അടുത്ത കൊല്ലം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. ആ സമയം ഒരു മീഡിയം ലെവൽ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവുന്നു. നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും. അടുത്ത റംബൂട്ടാൻ നമ്മൾ വെട്ടുന്നത് സാധാരണ കട്ടിങ് ആയിരിക്കും. ഇങ്ങനത്തെ കട്ടിങ് നടത്തില്ല ചേട്ടാ. അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ പുല്ല് പറിക്കാനായിട്ട് ഇവിടെ ചേച്ചിമാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരേ ഉച്ചരിഞ്ഞ് കടി വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കടി വാങ്ങിച്ചു കൊടുക്കാൻ പകരം ഇവർക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പലഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ കോഴിക്കോടത്തെ ആ ചേച്ചിയുടെ ഞാൻ പേര് മറന്നു കേട്ടോ. കോഴിക്കോടത്തെ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഭയങ്കര ടേസ്റ്റുള്ള ഉണ്ണിയപ്പം. ആ ഉണ്ണിയപ്പമാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനം. പിന്നെ ഇവിടെ നേന്ത്രപ്പഴമുണ്ട്, പാലുണ്ട്, റവിയുണ്ട്, എല്ലാ വക സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നോക്കി വിചാരിച്ചു ഇവർക്ക് ചായക്ക് കടിക്കായിട്ട് പിന്നെ സനീഷ് അവർ അതിടാനും പറ്റില്ല. അപ്പോൾ അവർക്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം കട്ടൻ ചായ അല്ലെങ്കിൽ ചായയിലും കുഴപ്പമില്ല, നല്ല ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം കേട്ടോ. ഇവിടെ ഈ ഇതിൻ്റെ പുല്ലിൻ്റെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പുല്ലിൻ്റെ കാര്യം പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഈ പുല്ല് ഇങ്ങനെ വളർത്തുന്നത്, ഇതിനെങ്ങനെ പരിപാലിക്കുന്നതൊക്കെ ചോദിക്കുന്നത്. ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഈ കളപ്പുല്ലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് അല്ലേ. ഇതേ കണ്ട കളപ്പുല്ലുകൾ വരുന്നുണ്ടേ, കണ്ട കളപ്പുല്ല് കണ്ട ഇവരെ ഇതേ കണ്ട ഈ സാധനം കളപ്പുല്ലല്ലേ. അതേ കണ്ടില്ലേ, അതന്നെ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടമാനം വരും. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നിരന്തര പണിയാണ്. ഒരു കാലത്ത് ഇത് അവസാനിക്കില്ല അല്ലേ. ഇവരൊക്കെ ജെയ്സൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇവരെല്ലാവരും വരും. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത തവണ പുല്ല് വലിക്കാൻ വരുമ്പോൾ ഇവരായിരിക്കും വരാ, വേറെ ചേച്ചിമാരായിരിക്കും വരാ. അതിങ്ങനെ മാറി മാറി വരും. ഇവർക്ക് ഇതൊന്നുമില്ല. വിളിക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന സ്ഥലത്ത് ഈ ഓർഡർ ഇടുന്ന സ്ഥലത്ത് ഈ പോവാ അല്ലേ, അങ്ങനെയല്ലേ. അങ്ങനെയാണ്. ഇവരെ ഫോൺ നമ്പർ നമുക്ക് തരില്ല. അത്രയും സ്ട്രിക്റ്റാണ് ഇവരത്. ഫോൺ നമ്പർ തരില്ല. അപ്പോൾ ഇവർ നന്നായി പുല്ല് വലിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ വിളിച്ചാലോ ഒന്ന് പേടിച്ചിട്ടാവോ അങ്ങനെയാണോ അല്ല. എന്തായാലും ഫോൺ നമ്പർ തരില്ല. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് പോകട്ടെ. എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓടി നടന്നിട്ടുള്ള വീഡിയോ കേട്ടോ. നമുക്ക് എവിടെ നടന്നിട്ട് വേണമെങ്കിലും വീഡിയോ എടുക്കാം. അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് മാറിയ കാരണം നമുക്ക് ഹാപ്പിയാണ്. ആദ്യം വേണ്ടത് നമുക്ക് ഒരു പാത്രം എടുക്കണം. പിന്നെ പാലെടുക്കുക. പാല് എന്തിട്ട് പാലായാലും കുഴപ്പമില്ല. പശുവും പാലെടുക്കുക. തിളപ്പിക്കേണ്ട പാല് എല്ലാം അളവുണ്ട് കേട്ടോ. അതിന് അളവുണ്ട്. 1 കപ്പ് പാലാണ് എടുക്കേണ്ടത് കേട്ടോ. 1 കപ്പ് പാല്. അയ്യോ, ആദ്യം തെറ്റുപറ്റി. റവയായിരുന്നു ആദ്യം എടുക്കേണ്ടത്. പാലെടുത്തു. റവയായിരുന്നു എടുക്കേണ്ടത്. മറ്റേതിൽ ഒരു ഒട്ടൽ വരില്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ റവ ആദ്യം എടുക്കണം. റവ വറുത്ത റവയിലും കുഴപ്പമില്ല, വറുക്കാത്ത റവയിലും കുഴപ്പമില്ല. 1 കപ്പ് പാലിന് 1 കപ്പ് റവ. 1 കപ്പ് റവ ഇതിരിക്കുന്നു കേട്ടോ.
എന്നിട്ടത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ ശർക്കര ഉരുക്കണം, പിന്നെ നമ്മുടെ നാളികേരക്കൊത്തില്ലേ അത് മൂപ്പിക്കണം. ഈ 2 പണികളുള്ള അത് കഴിഞ്ഞ് പണി. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വന്നതേ. നാളത്തെ ഒരു കമൻറ്റിൽ ചോദിച്ചു, ആളുകൾ ചോദിച്ചു, ഞാനെങ്ങനെയാണ് ഇത്രയും പ്രായമായിട്ട് എനിക്ക് എന്താ വയറ് വരാത്തേ എന്ന് കുറേ പേര് ചോദിച്ചു. എനിക്കെന്താ വയറ് വരാത്തേന്ന്. കാരണം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പ്രായത്തിലനുസരിച്ചിട്ടാണെങ്കിൽ ശരിക്കും വയറൊക്കെ വരേണ്ട ടൈമായി. ഞാനതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്, നന്നായി ഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാമല്ലോ. എൻ്റെ ഭക്ഷണ രീതി എപ്പോഴും ഞാൻ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇങ്ങനെ വയറ് ചാടത്തെന്ന് എനിക്കറിയില്ല ചേട്ടാ. ഞാൻ എന്ത് സാധനം കണ്ടിട്ടില്ല നന്നായി കുമ്പിട്ട് ഇങ്ങനെ എടുക്കും, വളയും ഫുള്ളായിട്ട് പണിയെടുക്കും, ഓടി നടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, യോഗ ചെയ്യും, നടക്കും, ഓടും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വയറ് വയ്ക്കുന്നില്ലേ. സാധനം ഇതിൽ വയറ് വന്ന് ഒരു ലെവലാവേണ്ട സമയമൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ ഇതൊക്കെയാണ് പാരമ്പര്യമായിട്ട് ചാടാത്ത വയറൊന്നല്ല. നമ്മുടെ ചേട്ടന്മാർക്ക് വയറുണ്ട്, അച്ഛന് വയറില്ല. അതെ, അച്ഛൻ്റെ കിണത്തിൽ വിട്ടുണ്ടാവും. പഴയ മുഖം അമ്മേരെ കിണത്തിലാ. മുഖം അമ്മേരെ ഇതിലും വയറ് അച്ഛൻ്റെ ഇതിലും പെട്ടെന്ന് തോന്നുന്നു. അച്ഛൻ വണ്ണം കുറവാ. അപ്പോൾ നമുക്ക് നമ്മളെ മമ്മൂട്ടി പറയേ, നമ്മൾ ഈ നടന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു ഇല മിറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് കുമ്പിട്ടെടുത്ത് കളയണമെന്ന് ആൾ പറയുന്നതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശരീരം ഒരു വ്യായാമം പോലെ ചെയ്യണമെന്ന്. സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലേ. ഇനി അടുത്ത പരിപാടിക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ശർക്കര എടുക്കണം. ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറയൂർ ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് ഇതിന് ഒരു 200 ഗ്രാം, സാധാരണ മധുരമാണെങ്കിൽ ഒരു 200 ഗ്രാം ശർക്കര എടുത്താൽ മതി. ഇത്തിരി മധുരം കൂടുതലുള്ളവർക്ക് വേണമെന്നുള്ളവർക്ക് ഒരു 225-250 ഗ്രാമൊക്കെ ആവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 225 ഗ്രാമോളം എടുക്കാൻ പോണത് കേട്ടോ. അവർ ഫുള്ള് വയറിൻ്റെ വർത്താനം ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഫുള്ള് വയറിൻ്റെ വർത്താനം. അതെ, നമ്മൾ ആദ്യം തീന്ന് കത്തിച്ചിട്ടേ സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാവില്ല, അത് ലൂസാവും. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പെടും നമ്മൾ. ഇതരിക്കേണ്ട ആവശ്യമില്ല. അടിപൊളി ശർക്കരയാണ് കേട്ടോ. നമ്മൾ അത്ര മതി ചേട്ടാ. ഇത് 1/2 കിലോൻ്റെ ശർക്കരയാണ്. ഏകദേശം പകുതിയുടെ അടുത്തെടുത്തിട്ടില്ല. ജഗ്ഗു ഒന്നുമില്ല അവിടെ. ജഗ്ഗുവിൻ്റെ മേക്ക് വെച്ച് കൊടുക്ക്, വെറുതെ വെച്ചോ. നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടാ? അതെ, ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? ഇതിൽ ആരുമില്ല അല്ലേ? എനിക്കിഷ്ടല്ല. ജഗ്ഗുവിന് ഇഷ്ടമല്ല. നിങ്ങൾക്ക് പലഹാരമുണ്ടാക്കണം ഞാൻ. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ നിന്നു, ഒരു വെയിലായി. ഇതിപ്പം ഇടയ്ക്ക് മഴ തൂടും വെയിലാവും, മഴ തൂടും വെയിലാവും. തിരുവാതിര ഞാറ്റുവേല. ഇവരൊക്കെ വീട് തൊട്ടടുത്താട്ടാ. നമ്മുടെ ഈ അഞ്ചേരിയിലാണ് വീട്. ജഗ്ഗുവിന് 6-ാം തീയതി തൊട്ട് ക്ലാസ് ആരംഭിക്കും. ഇവർ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണ് കേട്ടാ. ജഗ്ഗു തൃശ്ശൂരിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉരുക്കിയിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. ഇന്ന് ഇളക്കി ജഗ്ഗു ഇളക്കിട്ടാ. നമ്മ കടയിലേക്ക് പോയി ബോണ്ട ഉണ്ടാക്കാന്ന് വിചാരിച്ച. ബോണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് തൊട്ടിട്ടുള്ള പണികൾ ചെയ്യണം. അപ്പോൾ ബോണ്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ല കാണാല്ലേ മതി. ഇന്നോട് ഉരുക്കുന്നു. ഉരുക്കി. അപ്പോൾ ഇതിൻ്റെ ഉരുക്കിയിട്ടാ. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. ചൂട്, കൈമ ചൂട്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്തത് നാളികേരക്കൊത്തില്ലേ, അത് മൂപ്പിക്കണം. നാളികേരക്കൊത്ത് കടിക്കേണ്ടത് നമുക്കിതിൽ നെയ്യിൽ മൂപ്പിക്കണം. നാളികേരക്കൊത്ത് ഇങ്ങനത്തെ കുരുന്നെ ആക്കിയിട്ടുള്ളത് കണ്ടാ. പരിപ്പ് പായസത്തിലേക്കാണ് കൂടുതൽ ചേർക്കത്. അപ്പോൾ അത് നെയ്യിൽ നമുക്ക് മൂപ്പിക്കണം. അപ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം.
നെയ്യ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. നെയ്യ് മറ്റേക്ക് ഉണ്ണിയപ്പത്തേക്ക് ചേരുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ട് പൊട്ടണത്. പൊട്ടില്ലേ ചേട്ടാ? അത് കുഴപ്പമില്ല. ഇത് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീ മതി, പെട്ടെന്ന് പുറം വശം കരിയും. പിന്നെ ഈ സാധനം എങ്ങനെ വേണേലും ഉയർത്തലും താഴത്തിലാവാലോ. ഉണ്ണിയപ്പം ഹോട്ടലുകളിൽ ഇല്ലല്ലേ? എന്താ ബേക്കറികളിലുണ്ടാവുള്ളോ? ആ, ഉണ്ണിയപ്പം ഹോട്ടലുകളില്ല. എന്താ കാരണം നിനക്കറിയോ? അതെ, നമ്മുടെ അവിടുത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ ഹോട്ടലുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ ഇവിടെ ഒരു നാടൻ ചായ കട, അവിടെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ആ, അടിപൊളി ഉണ്ണിയപ്പായിരുന്നു ശാന്തേച്ചി ഉണ്ടാക്കുന്നത്. ഇല്ല, ശാന്തേച്ചി ഇപ്പോഴും ഉണ്ട്. ശാന്തേച്ചി അമ്മയുടെ പ്രായ. അല്ല, ഇപ്പം ഹോട്ടലൊന്നുമില്ല. ഹോട്ടൽ നിർത്തിയിട്ട് 34 കൊല്ലം 35 കൊല്ലമൊക്കെ ആയി. നോക്കട്ടെ കേട്ടാ. നമ്മുടെ അമ്മയ്ക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉണ്ണിയപ്പം കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കമ്മന്നടിച്ച് വീഴും. അത്ര ഇഷ്ടം അമ്മയ്ക്ക് ഉണ്ണിയപ്പം. നമ്മുടെ വീഡിയോയിൽ പണ്ട് ഉണ്ണിയപ്പം ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകണത് അമ്മ ഇറച്ചി നിന്ന് കഴിക്കുന്നതൊക്കെ ഉണ്ട് വീഡിയോയിൽ, പഴയ വീഡിയോയിൽ. നമ്മുടെ നാളികേര കൊത്ത് ഒരുവിധമായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇടാം. ഇനി അടുത്ത സാധനങ്ങൾ, കുറേ സാധനങ്ങൾ വേണമല്ലോ. നമ്മൾ മിക്സിയിൽ ജാറെടുത്തിട്ടാണ് ഈ ഇതിലേക്കുള്ള പരിപാടികളാണ് ചെയ്യാൻ പോണത്. നമ്മുടെ ഈ റവയില്ലേ, റവ പാല് കുതിർത്തത് ഇതിലേക്ക് ഇടുന്നു. ഇനി നമ്മളൊരു നേന്ത്രപ്പഴം കത്തിയെടുത്തില്ലേ ജഗ്ഗു? കത്തിയെടുത്തോണേ ഇതായിരിക്കണം അവിടെ കത്തി. നമ്മുടെ നേന്ത്രപ്പഴം ഇതിരിക്കേണ്ട അരിഞ്ഞിരുന്നു കേട്ടോ. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ അത്രയ്ക്കാണ്ട് വേണ്ട. അതിപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള നേന്ത്രപ്പഴം വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 എടുക്കണല്ലോ കേട്ടോ. ബാക്കിയുള്ള ഞാൻ തിന്നും. ഇനി അടുത്ത് നമ്മുടെ ശർക്കര നീര് ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. ചൂടാറിൻ്റെ വടിച്ചൊഴിക്കാം. വെള്ളം കൂടുതലായി കഴിഞ്ഞാലേ ഇതിൻ്റെ കട്ടി വ്യത്യാസം വരില്ല. അപ്പോൾ അത് പാടില്ല. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് നമ്മൾ ഇതിലാക്കിയത്. ഇനി ഇടാൻ പോണത് നമ്മുടെ നാളികേര കൊത്ത് വറുത്തത്. പിന്നീടത് ഏലക്കായ പൊടിയില്ലേ അത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടാ. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇങ്ങനെ അടിച്ചാണ്ട് കൊണ്ടുവരാം. നല്ല മണം വരുന്നുണ്ടല്ലേ? കണ്ടാ ഉണ്ണിയപ്പം തന്നെ മണം വരുന്നവർക്ക്. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടാ. ഇവർക്ക് ആവേശം കൂടി, പുല്ല് വലിക്കാൻ ആവേശം കൂടി. കണ്ടാ സ്ക്രൂ ഡ്രൈവർ എടുത്ത് കൂത്തി ഇതാക്കണേ. അതെ, ഭയങ്കര അബദ്ധം പറ്റിയ ആവേശത്തിൽ നാളികേരം കൊത്ത് വറുത്തതില്ലേ, അത് അവസാനം ഇടണ്ട. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിട്ട് അടിച്ചു. അയ്യോ, അങ്ങനെ അബദ്ധം പറ്റി. ഞാൻ പതുക്കി ഒന്ന് വെറുതെ ആക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും കുഴപ്പം പറ്റിയില്ലെന്ന് വിചാരിക്കാം. അത് ആവേശത്തിൽ വർത്താനം പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ഇട്ട് പോയിന്ന്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അയ്യോ, അപ്പോൾ ഒരു പിഴവ് പറ്റിയിട്ടാ അത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നിന്ന് അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നോക്കി നോക്കാം. ഇല്ലേ, നാളികേര കൊത്ത് അടിഞ്ഞിട്ടില്ല കേട്ടാ. ഇതിൽ കാണാം നമ്മുടെ കൂട്ട് സെറ്റായിട്ടാ. നാളികേര കൊത്തിലേക്ക് എടുക്കണ്ട കേട്ടാ. അവരോട് വർത്താൻ പറഞ്ഞ ഇതിൽ നാളികേര കൊത്തിനും കൂടി അടിച്ചു. എന്തിനാ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞേ. അതെ, സാധനം കഴിഞ്ഞു കേട്ടോ പരിപാടി. ഈ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിൽ ഒരു ഇതുണ്ടല്ലേ, അത് ഞാൻ ഉരച്ചിട്ട് ഞാൻ വിചാരിച്ച പാടുകളാണിത്. ഞാൻ വിചാരിച്ചത് ഇത് ഈ ഉണ്ണിയപ്പത്തേക്ക്
അതെ പെയിൻ്റ് അല്ല അത് എന്തിട്ട് സാധനമാണാവോ. അതെ നമ്മുടെ അടപ്പത്ത് വയ്ക്കണം. എന്നാലും എനിക്ക് പറ്റിയൊരു അബദ്ധേ, എന്തെന്ന് പറയാ ഇതിനെ, ആ സാധനം ഇതിലിട്ടിട്ട് അടിച്ചപ്പോ തന്നെ പിടിച്ച് തല്ലണ്ടേ. ആ നിങ്ങളുടെ വർത്തമാനമായിട്ടുള്ള ആവേശത്തിലേ ആ എന്തായാലും നോക്കിയേക്കാം നമുക്ക്. പക്ഷേ എന്തൊരു കഷ്ടമുണ്ടായേ, ആലോചിക്കുമ്പോൾ മനസ്സ് വിങ്ങണു. നമ്മുടെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മൾ പകുതി നിറച്ചൊഴിക്കില്ല, അല്ലെങ്കിൽ തേട്ടി പോവും. പകുതി ഒഴിക്കാം എല്ലാത്തിലും. തീയൊന്ന് കുറയ്ക്കാൻ ഭയങ്കര തീൻ്റെ തോന്നും എനിക്ക് ആലോചിക്കുമ്പോൾ. ചെറിയ ഞാൻ എന്തിട്ട് തേങ്ങ ബുദ്ധിഭ്രമം. നമ്മുടെ നാളികേരക്കുത്ത് വറുത്തെല്ലാം നെയ്യിൻ്റെ ഇട്ടാൽ അത് ഇതിലേക്ക് വെറുതെ ആക്കാം. ഒരു നെയ്യിൻ്റെ ഒരു മണം കൂടുതൽ കിട്ടിയോട്ടെ. എന്തായാലും നിങ്ങൾക്കൊരു വെറൈറ്റി ഉണ്ണിയപ്പാവട്ടെ കിട്ടാ. നമ്മൾ സാധനം കയ്യിലോണ്ട് എടുത്തിട്ട് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ ക്ലാസ്സിലേ നമുക്ക് പലരും പല ടിപ്പുകൾ പറഞ്ഞു തരുമോ. ക്ലാസ്സിലാക്കിയിട്ട് ഒരു ക്ലാസ്സിൽ എടുത്തിട്ട് ആവശ്യത്തിൻ്റെ അടുത്ത് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ഒഴിക്കാട്ടാ. നടുവിലത്തേൽ ആദ്യം ഒഴിക്കാൻ പാടില്ല. കയ്യിലല്ല, കയ്യിലിനേക്കാൾ നല്ലത് ഇതാ കണ്ട. നമുക്ക് നോക്കണ്ട. നടുവിലത്തേൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ചെറിയ ഉണ്ണിയപ്പങ്ങളാട്ടാ, മിഠായി വലിപ്പൊന്നുമല്ല. ദൈവമേ, ശേ എന്നാലും ഇങ്ങനെ വന്നല്ലോ. അപ്പം നിങ്ങൾക്ക് നാളെ കൊത്ത് കടിക്കാണ്ടാവില്ലല്ലോ, അതാണ് എനിക്കൊരു വിഷമം. മറിച്ചിടാം, നമുക്ക് മറക്കാട്ടാ. ഇല്ലില്ല, ഇത് ഇത്തിരി വലിപ്പം കൂടി ഒരെണ്ണം. എന്തായാലും ഇതുവരെ ചെയ്യാത്ത, അതായത് ആരും ചെയ്യാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും കേട്ടാ. ഇതെന്താ ജഗ്ഗു, ഇതിലത്തെ വെളിച്ചെണ്ണ പെട്ടെന്ന് പറ്റി പോയില്ലോ. തീ കുറച്ചല്ല, തീയുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഭയങ്കര അത്ഭുതമല്ലോ. അങ്ങനെയല്ല, എത്രയ്ക്ക് ഇതിലും വെളിച്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ. വെളിച്ചെണ്ണ പെട്ടെന്നേ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരാട്ടെ ഞാൻ ഉണ്ണിയപ്പം. അതായത് നാളികേരക്കൊത്ത് മൂപ്പിച്ച് അരച്ച ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട് കൊടുത്തോളാട്ടെ എല്ലാവർക്കും. അയ്യോ ഇതേ കരിയുന്നു. ജിഗുമാ തീ കുറയ്ക്കണ അല്ല, ഞാൻ കുറയ്ക്കണല്ലേ. ഇല്ല കരിഞ്ഞിട്ടൊന്നുമില്ല. വെയിൽ ഭയങ്കര ചൂടേ. ഇല്ല കരിഞ്ഞിട്ടില്ല. ഇല്ല ഉണ്ണിയപ്പം കറക്റ്റ് ഈ കളർ തന്നെയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ കളർ തന്നെയത്. ഇല്ലേ കറക്റ്റ് അതേ കണ്ട. അത് ബാലു മലിക്ക് കിടന്നിട്ട് അടുത്ത് ഒഴിക്കണോ. ഇത് നമ്മുടെ ഉണ്ണിയപ്പം കണ്ട, സ്മോൾ ഉണ്ണിയപ്പം, വളരെ ചെറുതാണ്. ചൂടുണ്ട്. ഒന്ന് മറിച്ചിടാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടാ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുന്നത് കാണാൻ. ഈ ഉണ്ണിയപ്പത്തട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണമല്ലേ, അല്ലെങ്കിൽ ശരിയാ ഇത് പിടിച്ചിട്ടൊന്നുമില്ല ഇതുവരെയിട്ട്. പക്ഷേ നമ്മൾ ഈ അച്ചപ്പത്തിൻ്റെയിലും ഇങ്ങനത്തെ നമ്മളിതൊന്നും ഉണ്ടാക്കില്ല. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നാളെ എത്രയെന്ന് അറിയോ, ഒന്നും പിടിച്ചിട്ടില്ല. നമ്മളിത് ചെയ്യണമെന്നില്ല. ഒരു വട്ടം ഉണ്ടാക്കല കഴിഞ്ഞ് നിർത്തി. നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കാട്ടാ. ഏതാ ഇത്, നോൺ സ്റ്റിക്കാണ് ഇരുമ്പ്. എന്തൊരു തേങ്ങനാവാ. കഴിഞ്ഞു. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കിയാട്ടാ. നിങ്ങൾ ചായ കാപ്പി കുടിക്കുക. വാ മധുരം ഇടണ. നിങ്ങൾക്ക് ഷുഗറില്ലേ? ഞാൻ വിചാരിച്ചേ സാധാരണ ഇങ്ങനെ പ്രായമുള്ളവരിങ്ങനെ
ആ മധുരമൊന്നും കഴിക്കില്ല, അവരിതൊക്കെ ഒഴിവാക്കുമല്ലോ. ആ അത് ശരി. അല്ല പണ്ട് ഈ പാടത്ത് പണിക്ക് പോണ അമ്മമാർക്ക് എന്തുട്ടാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ല. ആ പണ്ട് ഇവിടുത്തെ വലിയമ്മയൊക്കെ 80-85 വയസ്സുള്ളവരൊക്കെ പാടത്ത് കയ്യാനും കൊയ്യാനും കെട്ടാനൊക്കെ പോവും. ഏ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല അവർക്ക്. ഇപ്പം ഒന്നും പറ്റില്ല. ലാസ്റ്റ് ഇടാ ഇനി അവർക്ക് ചായ ഉണ്ടാക്കാൻ പോയി ഞാൻ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയർത്ത് കുളിക്കുക, വെയിൽ ഭയങ്കര. അപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറയണേ നാളെ കുത്തിയിൽ അരച്ച പോലെ ഈ ചായയിൽ പഞ്ചസാരയ്ക്ക് വേറെ ഉപ്പിടരുതെന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് ബോധമില്ലാത്തതൊന്നുമല്ലാട്ടെ ഞാൻ. ഇതെന്തോ ഒരു ഇവിടെ ഒരു തകരാറ് സംഭവിച്ചാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കുതിരേട്ടൻ പറയുന്ന പോലെ അധികമൊന്നുമില്ല. ആ അവിടെ ഇവിടെയും എന്തുട്ടോ ഇത്. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്തോ, നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഇത്രയ്ക്ക് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടാ. എവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്കുള്ള ചായ ഞാൻ കൊണ്ടുവരണ്ട കേട്ടാ. എന്നാലും ഇങ്ങനൊരു അബദ്ധം പറ്റും നമുക്ക്. ചായ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉണ്ണിയപ്പം, കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പങ്ങളാടാ. ഈ ഉണ്ണിയപ്പത്തിന് വെട്ടാൻ വേറൊരു ഉണ്ണിയപ്പം കേരളത്തിലില്ല. അയ്യോ ഞാൻ കോഴിക്കോട് ആ ചേച്ചിയുടെ പേര് മറന്നു. എൻ്റെ നാവ് തുമ്പത്തുണ്ട്. അയ്യോ നാളും കൂടി വിളിച്ചു വന്നേ. സരിതോട് ചോദിക്കാം. രണ്ടുപേരും ഈ കസാരയിലിരിക്കും. നിങ്ങളെ ഇരിക്കേ കുടിക്കേ, നിങ്ങളുടെ അഭിപ്രായം പറയേ. പിന്നീട് ഇരിക്കേ, ഉണ്ണിയപ്പം കഴിക്കേ. ഉണ്ണിയപ്പം കഴിച്ചേ. ആ ഇത് അപ്പനെയാ. ഇതേ ഇത് നമ്മുടെ ഉണ്ണിയപ്പല്ല, കോഴിക്കോടുള്ള ഒരു ചേച്ചിയില്ലേ പറഞ്ഞു തന്നിട്ടുള്ള ഉണ്ണിയപ്പ. വളരെ ചെറുതായിരിക്കും ഉണ്ണിയപ്പം, ഭയങ്കര. അപ്പനെ ഉണ്ടാക്കാം. എനിക്കിങ്ങനെ മൊരിഞ്ഞു മൊരിഞ്ഞ് തിന്നാം. അമ്മ പണ്ട് ഉണ്ണിയപ്പം പിന്നെ വെളിച്ചെണ്ണപ്പൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളതൊന്ന് കരിയിക്കും, ചുറ്റും നല്ല പോലെ മൊരിയിപ്പിക്കും. ഇതുപോലെ മൊരിയിപ്പിക്കും കേട്ടാ. ആ എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. ഇഷ്ടായ ഹിറ്റ് സാധനം. നീ യൂട്യൂബിൽ കാണുന്നവരൊക്കെ ചോദിക്കും ഇതെങ്ങനെയാ അതിന്റെ പരിപാടി പറഞ്ഞെടുക്കാം. ആരും അറിയില്ല. ഇവരെ പേര് ആരും പറഞ്ഞില്ല. പേര് പറയാൻ ഞാൻ 5 ഉണ്ണിയപ്പം തിന്നുട്ടാ. ഇത് 6ാമത്തെ ഉണ്ണിയപ്പം എന്നിട്ട് വയറ് ചാടുന്നില്ലേ. ഞാൻ ഒരു പൊതിയിൽ കുറച്ച് ഉണ്ണിയപ്പം പൊതിഞ്ഞു തരാട്ടാ. അത് വീട്ടിൽ കൊണ്ടുപോകുക. ആ അപ്പം നമ്മുടെ ഈ ഉണ്ണിയപ്പം സൂപ്പർ ഉണ്ണിയപ്പാണ്. ഈ നമുക്ക് അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ നാളികേര കൊത്തായിട്ട് അരച്ചു എന്നുള്ളതാണ്. അത് ഇതിനെ ബാധിക്കുന്നേ ഇല്ലല്ലേ, അറിയില്ലല്ലോ. ഏഴാമത്തെ ഇതിങ്ങനെ എടുത്ത് നോട്ടിരിക്കും. ഇവിടെ ഇതിനിപ്പോ വരുമ്പോഴേക്കും കഴിച്ച് പാത്രം കഴിക്കും. അവർക്കും കൊടുക്കാം. അപ്പൊ അവിടെ പോയി ജഗ് ചോറാണ്. അവൻ ചോറുണ്ടായിരുന്നു എൻ്റെ ഉച്ചയ്ക്ക്. 4 മണി നേരത്തെ ചോറുണ്ടല്ലോ. അപ്പം അടിപൊളി ചായ. ഇത് കഴിക്കി ഉണ്ണിയപ്പനി വേണ്ട മതി അല്ലേ. സാരില്ല. അപ്പം അടിപൊളി കേട്ടാ. ഇതൊക്കെ കഴിയും. ഇത് കഴിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോൾ എത്ര തിന്നു. അവരവരുണ്ട്. എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയോളട്ടത്. നമ്മൾ എന്നാലും കളിച്ചോ.